നമ്മുടെ IDPWOA കേൾക്കണോ പ്രിയ കൂട്ടരെ, നമ്മുടെ IDPOA, നമ്മുടെ IDPWOA. കൊല്ലം കണ്ട് കൊച്ചി കണ്ട് ആലപ്പുഴയും കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, IDPWOA, നമ്മുടെ IDPWOA. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് IDPWOA. വിജയത്തിന് വേണ്ടിയാണ് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് ഞങ്ങളെ പോലുള്ളവർക്ക് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. സംസ്ഥാന ഗവൺമെന്റ് എല്ലാ വിവിധ വകുപ്പുകളെല്ലാം ഓൺലൈൻ മേഖലയിലേക്ക് ഡിജിറ്റൽ സംവിധാനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷൻ കുറച്ച് മാസം മുമ്പ് ആയി കഴിഞ്ഞു. ഇനി മുനിസിപ്പൽ തദ്ദേശ പഞ്ചായത്തുകൾ എല്ലാ വർക്കുകളും ഇനി നമുക്ക് സർക്കാരിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ സാധാരണ ജനങ്ങള് ഓഫീസിൽ കയറി നടക്കേണ്ട സംവിധാനം ഇനി ഇല്ല. ഇനി നമ്മുടെ ഓഫീസിലെ എന്ന് വെച്ചാൽ ഓൺലൈൻ സ്ഥാപനങ്ങളിൽ നമ്മുടെ വിരൽ തുമ്പിൽ ഒരു ബട്ടണിൽ കൂടി സാധാരണക്കാരുടെ പൊതുജനങ്ങളുടെ കാര്യം നടത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ സംവിധാനത്തിലേക്കാണ് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പരിചയക്കുറവുണ്ടാവാം. അപ്പൊ അതിനുവേണ്ടിയാണ് ഹെൽപ്പ് ഡെസ്കും വെബ്സൈറ്റും മറ്റും അതിനുവേണ്ടി അഡ്മിന്മാരും സംശയങ്ങൾ നിവാരണം നടത്തുന്ന ക്ലാസ്സുകളും നടക്കുന്നത്. ഇതിലെല്ലാം നിങ്ങൾ പങ്കാളിയാവണം. നമ്മുടെ ഓഫീസിൽ നിന്നുകൊണ്ട് ഇനി വർക്ക് ചെയ്യാവുന്ന ഏതൊരു കസ്റ്റമർ വന്നാലും ഒരു ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ മറ്റ് ഡെത്ത് രജിസ്റ്റർ ചെയ്യുന്നത് എല്ലാ ഇതും നമ്മുടെ ഓഫീസിൽ നിന്ന് ചെയ്യാം. ആ സംവിധാനത്തിൽ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മുന്നേറ്റത്തിൽ കൂടി ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ മുന്നേറണം. അതിന് നമ്മൾ ആ മുന്നേറാനുള്ള അത് പഠിക്കാനുള്ള ആർജവം നമ്മൾ ഓരോ സ്ഥാപനത്തിലും കാണിക്കണം. അതൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഈ അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആരാധ്യയായ നമ്മുടെ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ഈ സംഘടന എങ്ങനെ വേണമെന്നും ഈ സംഘടന ഈ കേരളത്തിൽ ഉണ്ടാവണമെന്നും ആഗ്രഹിച്ച നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ തിരൂരിൽ നിന്നും ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത KG സൽമാബായി, അവരെ സംബന്ധിച്ചിടത്തോളം മിനിയാന്ന് വയനാട് ജില്ലയിലായിരുന്നു. അവരുടെ ബന്ധു ഒരു മരണപ്പെട്ടിട്ട് പോലും ആ മരണ വീടിൽ ചെന്ന് അതിനുവേണ്ട അത്യാവശ്യ കാര്യകർമ്മങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് അവർ വയനാട് ചെന്നു, തിരിച്ചു പോന്നു. ഇന്ന് വെളുപ്പിന് 4 മണിക്ക് തിരൂരിന്ന് തിരിച്ചു. ഇങ്ങനെ ഈ സംഘടനയ്ക്ക് വേണ്ടി രാപകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി KG സൽമാബായി ഒരു വനിതയും കൂടിയാണ്. പരിമിതികളുണ്ട് എങ്കിൽ പോലും അവര് ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവരുടെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ സംഘടനയുടെ പ്രവർത്തനം കേരളത്തിന്റെ 14 ജില്ലകളിലും വ്യാപിക്കുന്നതിനും മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നതിനും മാധ്യമ സംസ്ഥാനത്തെ ഗവൺമെന്റിന് മുമ്പിലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനും ശക്തനായ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ രാജൻ പൈക്കാട് സാറ് നമ്മുടെ തൊട്ടടുത്ത ജില്ലയാണ് ആളൂര് പ്രദേശത്ത്, തൃശൂർ ജില്ലയിലെ ആളൂരിൽ നിന്നാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം പറഞ്ഞെങ്കിലും ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ഇത് ചെയ്യുകയാണ്. അദ്ദേഹത്തെ പോലുള്ളവർ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ IDPWOA എന്ന ഈ സംഘടന കേരളത്തിൽ ഗവൺമെന്റ് തലത്തിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോലും നമ്മൾ ശക്തമായി സംഘടന ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹത്തിനും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന നേതൃത്വത്തിനും വരാൻ പോകുന്ന നേതൃത്വത്തിനും കഴിയട്ടെ എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വം നമ്മൾക്ക് വിട്ടുതന്ന സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ പ്രതാപ് സാറ് തൃശൂർ ജില്ലയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ നേതൃനിരയില് ഞാനൊക്കെ ഈ സംഘടനയിൽ കടന്നു വരുമ്പോൾ നേതൃനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച നമ്മുടെ എല്ലാം ഫാദർ ഡീക്കൻ ഡോക്ടർ ടോണി മേഖല, അദ്ദേഹം ഒട്ടനവധി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന. അടുത്തതായിട്ട് നമ്മുടെ അശോക് സാറിനെ ശരിക്കും വേണം. കുഞ്ഞാറ്റേനെ വരികയാണ്. നമ്മുടെ ഞാൻ വിട്ടുപോയി. നമ്മുടെ നെടുന്തൂണായ നമ്മുടെ സംഘടനയ്ക്ക് നെടുന്തൂണായിട്ടുള്ള നമ്മുടെ ഫാദറിന് സ്വാഗതം പറയുന്നതായിട്ട് കുഞ്ഞാറ്റയെ വിളിക്കുന്നു.
നാസർ സാറിന്, പ്രതാപ് സാറിന്, യാസർ സാറിന്, സജിമോൻ സാറിന്, തിരുവനന്തപുരം ജസീന ശാന്തമറിന് മേഖലയിലെ 14 മെമ്പർഷിപ്പ് മാനുവലായിട്ട് എടുത്തിട്ടുണ്ട് 4200 രൂപ. മഞ്ഞളൂർ മേഖലയിലെ 10 മെമ്പർഷിപ്പ് മാനുവലായിട്ട് എടുത്തിട്ടുണ്ട് 3000 രൂപ. പെരുമ്പാവൂർ മേഖലയിൽ 30 മെമ്പർഷിപ്പ് മാനുവലായിട്ട് എടുത്തിട്ടുണ്ട് 9000 രൂപ. എറണാകുളം മേഖലയിൽ 14 മെമ്പർഷിപ്പ് മാനുവലായിട്ട് എടുത്തിട്ടുണ്ട് 4200 രൂപ. അത്രയുമാണ് നമ്മുടെ വരവ്. ടോട്ടൽ 30,000 രൂപയാണ് മെമ്പർഷിപ്പിൽ നിന്നുള്ള വരുമാനം. പിന്നെ നമ്മുടെ എക്സ്പെൻസ് ആണ്. പെരുമ്പാവൂർ മേഖലാ സമ്മേളനത്തിന് ചെലവായ തുക 4200. മഞ്ഞളൂർ മേഖലാ സമ്മേളനത്തിന് ചെലവായ തുക 1600. ആലുവ മേഖലാ സമ്മേളനത്തിന് ചെലവായ തുക 800. മെമ്പർഷിപ്പ് ക്യാമ്പയിന് നമ്മുടെ സംസ്ഥാന നേതാക്കൾ വന്ന് പങ്കെടുത്ത് വണ്ടിക്കൂലി ഓട്ടോക്കൂലിയൊക്കെ ആയിട്ട് 3000 രൂപ ചെലവ്. മൊത്തം 9600 രൂപ ചെലവ്. സംഖ്യ നമ്മൾ റേറ്റ് കൂട്ടുന്നത് ഒരേ രീതിയിൽ. ഇന്നിപ്പോ 4 രൂപ എന്ന് പറഞ്ഞാൽ എവിടെയും ഒരു വിലയില്ല അല്ലേ? വയനാട് ജില്ലയിലൊക്കെ 5 രൂപ, കാസർഗോഡ് ജില്ലയിൽ 5 രൂപ. അപ്പൊ നമുക്ക് 5 രൂപയും ശരിക്ക് എനിക്കൊക്കെ എൻ്റെ കയ്യിലൊക്കെ 10 രൂപ വന്നിട്ട് അവിടെ ഇരുന്നോട്ടെ ബാക്കി തരണ്ടെന്ന് പറയും. അങ്ങനെ പറയുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ഈ സംഘടനയിൽ റേറ്റ് ഏകീകരണം നടപ്പിലാക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു വിജയം തന്നെയാണ്. കേരളത്തിലെ 95% ആളുകളും റേറ്റ് ഏകീകരണം നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സംഘടന ഇല്ലാത്ത ഭാഗങ്ങളിലും നമ്മുടെ റേറ്റ് ചാർട്ട് വെച്ചിട്ടുണ്ട് പല ആളുകളും. അപ്പൊ നിങ്ങളെല്ലാവരും റേറ്റ് ചാർട്ട് വെക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് എന്ന സംവിധാനം അത് നിങ്ങൾക്കൊരു നേട്ടമാണ്. അത് നിങ്ങൾ തരുന്ന വർഷത്തിൽ തരുന്ന 300 രൂപ എന്ന മെമ്പർഷിപ്പ്, ആ മെമ്പർഷിപ്പ് എന്തിനുള്ളതാ? ആ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ഈ ഹെൽപ്പ് ഡെസ്കിന്റെ ഇതിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഈ സംഘടനയിൽ ഒരു മെമ്പർ ആകുവാനുള്ള ഒരു ഫീസാണ്. ആ 300 രൂപ എന്നത് 100 രൂപ പഞ്ചായത്തിനും, അതായത് മേഖലക്കും, 100 രൂപ ജില്ലാ കമ്മിറ്റിക്കും, 100 രൂപ സംസ്ഥാന. പക്ഷേ അതിലൊന്നും വീഴരുതെന്നുള്ള നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക. കാരണം അത് വെറും ഒരു പണപ്പിരിവുമായിട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ? നമുക്കൊരു സംഘടന IDPWOA, മുതലാളി എന്ന് പറഞ്ഞാൽ കട ഉടമയും തൊഴിലാളിയും എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ, അല്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് എല്ലാവരുമാണ്. തൊഴിലാളിയും നമുക്ക് അംഗമായി വരണം, അതുപോലെ കട ഉടമയും നമുക്ക് അംഗമായി വരണം. അപ്പൊ ഇങ്ങനെ ഒരു സംഘടന ഉണ്ട്, അതിലേക്ക് നിങ്ങൾ അംഗത്വം എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു 10 പേരെ ഒരു വർഷത്തിൽ ഒരു ആൾക്ക് ഒരു 10 പേരെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇത് തന്നെ ഗുണം തന്നെയാണ്. കാരണം നമ്മൾ എന്ത് ഗുണം ചെയ്യുന്നത് നമുക്ക് നാളെ ദൈവത്തിൽ നിന്നും വലിയ ഗുണം കിട്ടും. കാരണം ഇതിലേക്ക് ഒരു നമ്മുടെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പറ്റും സമൂഹത്തിന്. നാളെ നമ്മളെല്ലാം മരണപ്പെട്ടു, പക്ഷേ അതിലൊന്നും വീഴരുതെന്നുള്ള നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക. കാരണം അത് വെറും ഒരു പണപ്പിരിവുമായിട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ? നമുക്കൊരു സംഘടന IDPWOA, മുതലാളി എന്ന് പറഞ്ഞാൽ കട ഉടമയും തൊഴിലാളിയും എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ, അല്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് എല്ലാവരുമാണ്. തൊഴിലാളിയും നമുക്ക് അംഗമായി വരണം, അതുപോലെ കട ഉടമയും നമുക്ക് അംഗമായി വരണം. അപ്പൊ ഇങ്ങനെ ഒരു സംഘടന ഉണ്ട്, അതിലേക്ക് നിങ്ങൾ അംഗത്വം എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു 10 പേരെ ഒരു വർഷത്തിൽ ഒരു ആൾക്ക് ഒരു 10 പേരെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇത് തന്നെ ഗുണം തന്നെയാണ്. കാരണം നമ്മൾ എന്ത് ഗുണം ചെയ്യുന്നത് നമുക്ക് നാളെ ദൈവത്തിൽ നിന്നും വലിയ ഗുണം കിട്ടും. കാരണം ഇതിലേക്ക് ഒരു നമ്മുടെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പറ്റും സമൂഹത്തിന്. നാളെ നമ്മളെല്ലാം മരണപ്പെട്ടു പോയി പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ കേസ് ഫണ്ട് വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രയോജനം നമ്മൾക്ക് കൂടി ലഭിക്കുന്നു.
അപ്പൊ നമുക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. നാളെ എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ സാഹചര്യം എല്ലാവരും ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ നമുക്കൊരു വരുമാനം ഇതിൽ നിന്ന് കണ്ടെത്താനും കഴിയും. ഞാനതിൻ്റെ ഒരു ഉപഭോക്താവാണ്. എൻ്റെ സ്ഥാപനം നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ മതിലകം എന്ന് പറയുന്ന മതിലകം പഞ്ചായത്തിലെ കടലോര ഗ്രാമമായ കൂളിമുട്ടം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് അക്ഷയ സെന്ററിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ അവിടെ നല്ല ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് 2 സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫിന്റെ ശമ്പളം കൊടുക്കാനും എൻ്റെ ഭാര്യ ഒരു സ്റ്റാഫാണ്, അവർക്കും കൂടി ശമ്പളം കൊടുക്കാനുള്ള ഒരു വരുമാനം ഇന്ന് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിനൊരു കാരണം IDPW എന്നുള്ള ഈ കരുത്തുറ്റ പ്രസ്ഥാനം തന്നെയാണ്. അവർ നൽകിയ ഉറപ്പും റേറ്റ് ചാർട്ടും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ റേറ്റും പറഞ്ഞത്. ഒരാളും എന്നോട് എതിർത്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ നമ്മളുടെ ഭയമാണ് നമ്മളെ പിന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഭയമൊന്നും ആർക്കും വേണ്ട. നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമ്മേളനത്തിന് മുൻപായി 10 മേഖലാ കമ്മിറ്റിയെങ്കിലും നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതായത് പല പ്രശ്നങ്ങളും പിന്നിലുണ്ട്. അതുകൊണ്ട് മേഖലാ കമ്മിറ്റികൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് എണ്ണം വളരെ കുറവാണ് രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് മുൻപായിട്ട് എറണാകുളം ജില്ലയിൽ ആവശ്യമായ രീതിയിൽ 10-10 മേഖലാ കമ്മിറ്റികൾ ഉണ്ടാകും എന്ന കാര്യം നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ടൊന്ന് വായിക്കാം. ആരെങ്കിലും നിങ്ങളിവിടെ ഉള്ളവർ ഈ പേര് വായിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുക. കാരണം മേഖലാ കമ്മിറ്റികൾ ഇനി കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചു പോകേണ്ടതാണ്. മേഖലാ ഭാരവാഹികൾ ആ രീതിയിൽ പ്രവർത്തനങ്ങൾ, കാരണം ആദ്യകാലങ്ങളിൽ നമ്മൾ മേഖലാ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ മേഖലാ കമ്മിറ്റികളൊന്നും പിന്നീട് യോഗം വിളിക്കുകയോ ആ മേഖലയിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന മേഖലാ കമ്മിറ്റികൾ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഫിസിക്കലായിട്ട് യോഗം ചേരണം. ഓരോ മാസവും ഓൺലൈൻ യോഗം ചേരണം. അതോടൊപ്പം നമ്മളുടെ അംഗങ്ങളുടെ ഡാറ്റാ ബാങ്കുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഡാറ്റാ ബാങ്ക് ഉണ്ടാകണം. ആർക്കൊക്കെ ക്ഷേമനിധി ആവശ്യമെന്നുള്ള വിവരം നിങ്ങളുടെ മേഖലാ സെക്രട്ടറിയുടെ കയ്യിലുണ്ടാവണം. ക്ഷേമനിധി ആവശ്യമായ അംഗത്തിന്റെ പേര്, വയസ്സ്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ അതിനാവശ്യമായ